പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. ബന്ധുരാത്മാനാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതാ അനാത്മനസ്തു ശത്രുത്വോ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാന ആത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിത അനാത്മനസ്തു ശത്രുത്വ വർത്തേതാത്മൈവ ശത്രുവത്. വാക്കുകളുടെ അർത്ഥം: യേന യാതൊരാളാൽ, ആത്മന തന്നാൽ, ആത്മാ താൻ, ജിത ജയിക്കപ്പെട്ടിരിക്കുന്നുവോ, തസ്യ ആത്മന അയാൾക്ക്, ആത്മാ താൻ, ബന്ധുഹു ബന്ധു, ഏവ തന്നെ, അനാത്മനഃ അനാത്മാവിന്, തു ആകട്ടെ, ആത്മാ താൻ, ശത്രുത്വോ ശത്രുത്വത്തിൽ, ശത്രുവത് ശത്രുവെ പോലെ, ഏവ തന്നെ, വർത്തതേ വർത്തിക്കും. അർജുന, ആത്മാവ് യാതൊരാളാൽ ജയിക്കപ്പെട്ടിരിക്കുന്നുവോ അയാൾക്ക് താൻ തന്നെ ബന്ധുവാണ്. എന്നാൽ അനാത്മാവാകട്ടെ താൻ തന്നെ സ്വയം ശത്രുഭാവത്തിൽ വർത്തിക്കുന്നു. ഇവിടെ ഭഗവാൻ അർജുനോട് പറയുകയാണ്, ഏതൊരു മനുഷ്യനാൽ ആത്മാവ് തന്നാൽ തന്നെ ജയിക്കപ്പെട്ടിരിക്കുന്നുവോ, ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ്റെ ആത്മാവ് വരുന്നത്, ആരാണോ ആത്മാവിനെ ജയിച്ചത്, ആ ആത്മാവ് അയാളുടെ ബന്ധുവായിരിക്കുന്നു. എന്നാൽ ആരാണോ ആത്മാവിന് ജയിക്കാൻ പറ്റാതെ പോയത്, ആ ആത്മാവ് അയാളുടെ ശത്രുവായി വർത്തിക്കുന്നു. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്, തന്നെ താൻ തന്നെ ഉദ്ധരിക്കണം. എന്നെ ഉയർത്തുന്നതും ഞാൻ തന്നെ, എന്നെ താഴ്ത്തുന്നതും ഞാൻ തന്നെ, എൻ്റെ ശത്രുവും ഞാൻ തന്നെ, എൻ്റെ ബന്ധുവും ഞാൻ തന്നെ. എങ്കിൽ എന്നെ ഒരു കാരണവശാലും ഞാൻ അധപ്പതിപ്പിക്കരുത്, ഞാൻ താഴ്ചയിലേക്ക് പോകരുത്. ഇവിടെ എന്നെ ഉയർത്തുന്നത് ഞാനെന്ന എൻ്റെ ബന്ധുവായ ആത്മാവാണ്. ഇത് ലോകത്തിൻ്റെ ഒരു പൊതു നിയമമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയുടെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അതിന് നമ്മളെ പലരും സഹായിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഉയരണമെന്ന ചിന്ത ഏത് വ്യക്തിയിലാണോ ഇല്ലാത്തത്, അയാൾക്ക് ഉയരാൻ സാധ്യമല്ല. 10ാം തരത്തിലെ പരീക്ഷ എഴുതുന്ന 50 കുട്ടികളിൽ ഞാൻ A+ മേടിച്ചേ അടങ്ങൂ എന്ന സാമർഥ്യത്തോടു കൂടി ആ പഠനത്തെ സമീപിക്കുന്ന ഒരു കുട്ടിക്ക് അത് കരഗതമാക്കാൻ കഴിയുന്നു. ഇതേ കുട്ടി അന്ന് ലക്ഷ്യമിടുന്നു, എൻ്റെ ലക്ഷ്യം ഒരു IAS നേടലാണ്, സിവിൽ സർവീസ്, ഞാനത് നേടിയിരിക്കും. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ആ കുട്ടി എത്തിച്ചേരുന്നു. ഇവിടെ തന്നെ ജയിക്കുവാനും തന്നെ വളർത്തുവാനും അവനവൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സമാജത്തിൽ മഹാത്മാക്കൾ അധികമില്ല എന്ന് പറയുന്നത്. 50 പേര് ഒരു ക്ലാസ് മുറിയിൽ പഠിക്കുന്നു, 50 പേര് 10ാം തരത്തിലെ പരീക്ഷ എഴുതുന്നു. പുതിയ രീതി പ്രകാരം എല്ലാവരും വിജയിക്കും. എന്നാൽ എല്ലാവരും ഡോക്ടേഴ്സ് ആകുന്നില്ല, എല്ലാവരും കലക്ടർമാരും ആകുന്നില്ല. 50 പേരിൽ ഒരാൾ അല്ലെങ്കിൽ 500-ൽ ഒരാൾ ഒക്കെയാണ് ഒരു കലക്ടറായി തീരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉദാഹരണത്തിന് പറയുകയാണ്, അല്ലാതെ കലക്ടർ ജോലി ഏറ്റവും ഉയർന്നതും കൃഷിക്കാരൻ്റെ ജോലി ഏറ്റവും താണത് എന്നൊരർത്ഥമൊന്നും ഇതിലില്ല. ഇവിടെ സാമാന്യ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കലക്ടർ എന്നൊരു പോസ്റ്റ് വലിയൊരു പദവിയാണ്. ആ പദവിയിലേക്ക് ഞങ്ങൾ 500 പേര് 10ാം തരത്തിലെ പരീക്ഷ എഴുതിയിട്ടും ഒരാൾ പോലും എത്തിച്ചേർന്നില്ല. അല്ലെങ്കിൽ 1000-ങ്ങളിൽ ഒരാൾ എത്തിച്ചേരുന്നു. എങ്ങനെയാണ് അവരെത്തുന്നത്? കഠിനമായ പരിശ്രമം, ഉയർന്ന ലക്ഷ്യബോധം, ഞാനത് നേടിയേ അടങ്ങൂ എന്ന് പറയുന്ന ആരോഗ്യകരമായ വാശി,
എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഭൗതികമായ ഒരു ലക്ഷ്യം അദ്ദേഹം ഉണ്ടാക്കി, ആ ഭൗതിക ലക്ഷ്യത്തെ നേടിയെടുത്തു. ഇത് ഭൗതികം. എന്നാൽ ആധ്യാത്മിക തലത്തിൽ കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം എന്നീ വികാരങ്ങളെ, ആസുരിക വികാരങ്ങളെ, നെഗറ്റീവ്, ഇതിനെ മുഴുവൻ ജയിക്കുവാൻ കഴിയുന്നത് അവനവന് തന്നെയാണ്. ഞാൻ ആത്മാവാണെന്നും ഈ ശരീരമല്ലെന്നും തിരിച്ചറിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്നതാണ് ശരീരമെന്നും ആത്മാവ് ഈ വിശ്വാത്മാവിൻ്റെ, പരമാത്മാവിൻ്റെ ഭാഗമായ ജീവാത്മാവാണ് താനെന്നും മറ്റൊരു ശരീരത്തെ പ്രാപിക്കേണ്ടതാണ് എന്നും അല്ലെങ്കിൽ ശരീരമേ ഇല്ലാത്ത മോക്ഷത്തെ പ്രാപിക്കേണ്ടതാണെന്നും അവനവൻ തിരിച്ചറിയുകയും അങ്ങനെ ഉയരുവാനുള്ള കർമ്മങ്ങളെ, സാധനകളെ ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലെ ആത്മാവ് അവന് ബന്ധുവായി തീരുന്നു. എങ്കിൽ എങ്ങനെയാണ് ആത്മാവ് ശത്രുവായി ഭാവിക്കുക? നമുക്കുള്ളിൽ നന്മകൾ ധാരാളമുണ്ട്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ നന്മകളുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നു അയാൾ ദുഷ്ടനാണ്, തിന്മകൾ ചെയ്യുന്നു എന്ന്. അതായത് നന്മകൾ, ശുദ്ധസ്വരൂപം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഭാവമാണ്, നിഷ്കളങ്കത. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ ഇഷ്ടപ്പെടുന്നത്. ഏത് ലോകത്തിലും ഏത് ജാതി മതത്തിൽപ്പെട്ടാലും 1 വയസ്സുള്ള ഒരു കുട്ടിയോട് ആളുകൾക്ക് സ്നേഹം തോന്നാനുള്ള കാരണം ആ കുട്ടിയുടെ നിഷ്കളങ്കതയാണ്. ഈ നിഷ്കളങ്കത നൈസർഗികമായ സ്വഭാവമാണ്. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് പല പല ചിന്തകളും ദുഷ്ടത്തരങ്ങളും വന്നു ചേർന്നു. അങ്ങനെ ആ നന്മയെ മുഴുവൻ ഒരുപാട് കവചങ്ങളാൽ മറക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കവചങ്ങൾ ഓരോന്നിനെ അഴിച്ചെടുക്കുമ്പോഴാണ് ഉള്ളിൽ സ്വതവേയുള്ള ദീപത്തിൻ്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു 10-30 വർഷം മുമ്പ് വരെ, ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാം വീട്ടിൽ മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഈ മണ്ണെണ്ണ വിളക്കിന് നല്ലൊരു ചില്ലുകുപ്പി ഉണ്ടാകുമായിരുന്നു. ആ ചില്ലുകുപ്പി എല്ലാ ദിവസവും നന്നായിട്ട് തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുമായിരുന്നു നമ്മുടെ അമ്മമാർ. എന്തുകൊണ്ട്? വെളിച്ചം എത്ര ആളിക്കത്തിയാലും വെളിച്ചത്തെ പുറത്തേക്ക് വരുത്തുന്നത് ഈ ചില്ലുകുപ്പിയാണ്. ആ ചില്ലുകുപ്പിയുടെ മുകളിൽ പുകയുടെ അംശമുണ്ട് എങ്കിൽ, പുകയാൽ കട്ടി കൂടി അത് പിടിച്ചിരിക്കുന്നു എങ്കിൽ ദീപം എത്ര ജ്വലിക്കുന്നു എന്നതുകൊണ്ട് ഒരു കാര്യമില്ല, ഒത്തിരി പ്രകാശവും പുറത്തേക്ക് വരില്ല. ഇതുപോലെയാണ് ഓരോ മനുഷ്യൻ്റെയും ഉള്ളു. ശുദ്ധസ്വരൂപത്തെ അനാവശ്യമായ പലതും വന്ന് മറച്ചിരിക്കുന്നു. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ശുദ്ധസ്വരൂപം പ്രകാശിക്കുന്നില്ല. ഇപ്പൊ 65 വയസ്സ് പ്രായമുള്ള കറുത്ത് തടിച്ച ധാരാളം സ്ത്രീകൾ കടപ്പുറങ്ങളിലുണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ ഒരാളാണോ അമൃതാനന്ദമയി അമ്മ? അല്ല. സൂര്യപ്രകാശത്തിന് ആരോടും പക്ഷഭേദമില്ലാതെ മണ്ണിലും മരത്തിലും കണ്ണാടിയിലും തുല്യമായി പതിക്കും. എന്നാൽ കണ്ണാടിയിൽ പതിച്ച സൂര്യപ്രകാശം ഇരട്ടിയായി പ്രതിഫലിക്കും. ഇതുപോലെ ഈശ്വര ചൈതന്യം എല്ലാ മനുഷ്യരിലും തുല്യമായി പതിക്കുമെങ്കിലും ചിലരിൽ നിന്ന് അത് പ്രതിഫലിക്കപ്പെടും. അവരെ നാം മഹാത്മാക്കൾ എന്ന് പറയും. അപ്പൊ എൻ്റെ ഉള്ളിൽ എന്നെ ഉയർത്തുന്ന സകല സത്വബോധവും ഒളിഞ്ഞിരിക്കുന്നു. അതേ എൻ്റെ ഉള്ളിൽ എന്നെ സകല തിന്മയിലേക്കും നയിക്കുന്ന എൻ്റെ ശത്രുവും ഒളിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മദ്യപാനികൾ സാധാരണ പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ നാളെ മുതൽ മദ്യം കൈകൊണ്ട് തൊടില്ല. ഇന്ന് വൈകുന്നേരം വരെ ഞാൻ മദ്യപിക്കും, പക്ഷെ നാളെ മുതൽ ഞാൻ കൈകൊണ്ട് തൊടില്ല. നാളെ ആയാൽ ഇതേ പ്രതിജ്ഞ വീണ്ടും എടുക്കും. അങ്ങനെ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം പാണ്ടിലോറി ഇടിച്ചോ അല്ലെങ്കിൽ മാരകമായ കരൾ രോഗം വന്നോ, നാടിനും വീടിനും വലിയ സ്നേഹമൊന്നുമില്ലാതെ അദ്ദേഹം മരിച്ചു പോകുന്നു. പിന്നീട് അദ്ദേഹത്തെ ആരും ഓർമ്മിക്കുന്നില്ല. തൻ്റെ ജീവിതത്തിൽ തന്നെ ഉയർത്തുവാനുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം ഉപയോഗിക്കാതെ തന്നെ താഴ്ത്തുവാൻ കിട്ടിയ അവസരങ്ങളെ പരമാവധി ഉപയോഗിച്ചു. ഇതാണ് മദ്യപാനികളെല്ലാം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ ഉയർത്തുവാൻ എനിക്ക് അവസരമുണ്ട് ഈ ലോകത്ത്, എന്നെ താഴ്ത്തുവാനും എനിക്ക് അവസരമുണ്ട്. ഇതിൽ ഞാൻ ഏത് അവസരത്തെ തിരഞ്ഞെടുക്കുന്നു? വീട്ടിലൊരു കത്തിയുണ്ട്, എനിക്ക് പച്ചക്കറികൾ കട്ട് ചെയ്യാം, മനുഷ്യന്റെ കഴുത്തും കട്ട് ചെയ്യാം. ഞാൻ ഏത് കട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന കത്തിയല്ല.
കത്തി കയ്യിലെടുക്കുന്ന ആളുമല്ല, അയാളുടെ ചിന്തകളാണ്, അയാളെ ഉള്ളാണ്. കത്തി കയ്യിലെടുത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് പറയണം ഇന്ന് ഇത് ചെയ്യൂ എന്ന്. എങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്കുള്ളിലാണുള്ളത്. ആ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ആത്മാവിന് ശാശ്വതമായ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ, ആത്മാവിനെ ബന്ധുവായി കണ്ടുകൊണ്ട് ആത്മാവിനു വേണ്ടി പ്രവർത്തിക്കുന്നവന് സാധിക്കുമ്പോൾ, ആത്മാവിനെ തിരിച്ചറിയാതെ ആത്മാവിനെ ശത്രുവായി കണ്ടുകൊണ്ട് ആത്മാവിനെ തിരിച്ചറിയാതെ മരിച്ചു പോകുന്നവർ ആത്മാവ് ശത്രുവായിട്ട് തന്നെയാണ് അവരോട് വർത്തിക്കുന്നത്. മറ്റേ തലത്തിൽ ആത്മാവ് മിത്രമായും വർത്തിക്കുന്നു എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നു. അടുത്ത ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ സംവദിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.